വളാഞ്ചേരി കൊടുമുടി ഓഡിറ്റോറിയത്തിന് സമീപം നിയന്ത്രണം വിട്ട കാറ് 3 വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. റോട്ടിന്ന് വണ്ടി ഇടിച്ചിട്ട് ഒച്ച കേട്ടത്. പിന്നെ ഒരു സ്കൂട്ടി ഓടിയിട്ട് വരുന്നത് ചെയ്തത്. ആ സ്കൂട്ടി ഓടി വരലിന്റെ കടലവണ്ടിക്ക് ഇടിക്കലും കടലവണ്ടി മറിഞ്ഞ് മുതൽ മൊത്തം പോയി. സ്കൂട്ടി വരുന്ന വരവില് ഞാൻ എന്റെ തടി നോക്കി ഞാൻ ഓടുക ചെയ്തത്. എന്റെ വണ്ടി മുതലും കൂടി നോക്കാതെ ഞാൻ ഓടി എന്റെ തടി നോക്കി അതാ ചെയ്തത്. തിരുവേഗപ്പുറ കൊടുമുടി ഓഡിറ്റോറിയത്തിന് സമീപം ചൊവ്വാഴ്ച രാത്രി 8:30യോടെയായിരുന്നു അപകടം സംഭവിച്ചത്. ഓഡിറ്റോറിയത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്ന കാറും അതിനു പിന്നിലുള്ള 2 സ്കൂട്ടറുകളും പിന്നിൽ വന്ന കാറ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടി ഓടിച്ചിരുന്നവർ സ്കൂട്ടിയിൽ നിന്നും തെറിച്ചു വീണതോടെ സ്കൂട്ടി ഡ്രൈവറില്ലാതെ ഓഡിറ്റോറിയത്തിലേക്ക് ഓടിക്കയറി ഓഡിറ്റോറിയത്തിൽ കടല വിൽക്കുന്നയാളെ ഇടിച്ചു തെറിപ്പിച്ചു. കടല വിൽപ്പനക്കാരൻ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംഭവം റോട്ടിന്ന് വണ്ടി ഇടിച്ചിട്ട് ഒച്ച കേട്ടത്. പിന്നെ ഒരു സ്കൂട്ടി ഓടിയിട്ട് വരുന്നത് ചെയ്തത്. ആ സ്കൂട്ടി ഓടി വരലിന്റെ കടലവണ്ടിക്ക് ഇടിക്കലും കടലവണ്ടി മറിഞ്ഞ് മുതൽ മൊത്തം പോയി. എമർജൻസി ഉണ്ടായിരുന്നു, അത് പോയി. മൊത്തം മുതൽ നഷ്ടപ്പെട്ടു പോയി. റോട്ടിൽ കാറ് ഇടിച്ചതാണ് വണ്ടിക്ക്. ആ കാറ് സ്കൂട്ടിനോട് തള്ളിയതാണ്. അതാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലായത്. സ്കൂട്ടിയിലൊരു പെണ്ണുണ്ടായിരുന്നു, ഒരാളും ഉണ്ടായിരുന്നു, 2 പേരുണ്ടായിരുന്നു. പരിക്ക് എന്താണെന്ന് അറിയില്ല. അവിടുന്ന് എടുത്ത സ്കൂട്ടി ഓഫാക്കുകയും ചെയ്യാതെ ആളാർക്കും ഓടെ ചെയ്തത് അറിയില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സ്കൂട്ടി വരുന്ന വരവില് ഞാൻ എന്റെ തടി നോക്കി ഞാൻ ഓടുക ചെയ്തത്. എന്റെ വണ്ടി മുതലും കൂടി നോക്കാതെ ഞാൻ ഓടി എന്റെ തടി നോക്കി അതാ ചെയ്തത്. ഇവിടെ കുട്ടികളിന്റെ എന്തോ ഭാഗ്യത്തിന്റെ അടുത്ത് കുട്ടികളൊന്നും ഉണ്ടായില്ല. ആ ഗേറ്റിംഗ് 2-3 സ്ത്രീകളുണ്ടായിരുന്നു. ഓലിത് കണ്ടേക്ക് ഓല് ഓടി വെച്ചിട്ടായി. പരിക്കേറ്റവരെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പരിശോധനയിൽ കാറിൽ നിന്നും മദ്യക്കുപ്പികൾ കണ്ടെടുത്തു. അപകടത്തിന് വഴിയൊരുക്കിയ കാർ ഓടിച്ചിരുന്നവർ മദ്യപിച്ചിരുന്നതായാണ് ആരോപണം. അപകടത്തിന് ശേഷം കാറിലുണ്ടായിരുന്നവർ സംഭവസ്ഥലത്ത് നിന്നും കടന്നുകളഞ്ഞു. ന്യൂസ് ഡെസ്ക് 3 Max Live.